റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ കൃത്യമായ സൂചനകളാണ് കിഴക്കൻ ഉക്രൈനിൽ നിന്നുള്ള ഏറ്റവും പുതിയ യുദ്ധവാർത്തകൾ വ്യക്തമാക്കുന്നത്. ഉക്രൈനിന്റെ സൈനിക പ്രതിരോധത്തെ അടിമുടി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അതീവ നിർണായകമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ റഷ്യ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഉക്രൈന്റെ സൈന്യത്തിന് ആധുനിക യുദ്ധക്കളത്തിൽ ഏറ്റവും വലിയ കരുത്ത് പകരുന്ന ഡ്രോൺ കൺട്രോൾ സെന്ററുകൾ, വെടിക്കോപ്പ് ഡിപ്പോകൾ എന്നിവയ്ക്ക് പുറമെ അവരുടെ ആശയവിനിമയ ശൃംഖലകളുടെ നട്ടെല്ലായ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷനുകളെയും റഷ്യ ലക്ഷ്യമിട്ട് കഴിഞ്ഞു. ഇത് യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം അവരുടെ ബാറ്റിൽ ഗ്രൂപ്പ് വെസ്റ്റ് മുൻനിരയിൽ വൻ മുന്നേറ്റമാണ് നടത്തുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം ഉക്രൈനിന്റെ ഡസൻ കണക്കിന് ഡ്രോണുകളും ലോയിറ്ററിംഗ് യുദ്ധ സാമഗ്രികളും തകർക്കാൻ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേവലം ഒരു പ്രതിരോധം മാത്രമല്ല, മറിച്ച് ഉക്രൈനിന്റെ ആകാശകരുത്തിനെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കാനുള്ള വ്യവസ്ഥാപിതമായ ആക്രമണ പദ്ധതിയുടെ ഭാഗമാണ്. ആധുനിക യുദ്ധമുറകളിൽ സാങ്കേതിക വിദ്യയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് റഷ്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം. ഉക്രൈൻ സൈന്യം തങ്ങളുടെ ആക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ തത്സമയം കൈമാറുന്നതിനും വലിയ തോതിൽ ആശ്രയിക്കുന്നത് എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് നെറ്റ്വർക്കിനെയാണ്. റഷ്യൻ സേനയുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും ഡ്രോൺ ആക്രമണങ്ങൾ വിജയകരമായി നടത്താനും ഉക്രൈനെ സഹായിക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷനുകളാണ്. ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണവും ഉക്രൈന് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ പരമ്പരാഗത ആയുധങ്ങളെക്കാൾ വലിയ സ്വാധീനം ചെലുത്താൻ ഉക്രൈന്റെ ഡ്രോൺ വ്യൂഹത്തിന് സാധിച്ചിരുന്നു. റഷ്യൻ സൈനിക ക്യാമ്പുകളിലേക്കും ആയുധപ്പുരകളിലേക്കും അതിവേഗം തുളച്ചു കയറാൻ ശേഷിയുള്ള ഡ്രോണുകളെ നിയന്ത്രിച്ചിരുന്ന കേന്ദ്രങ്ങളാണ് ഇപ്പോൾ റഷ്യൻ മിസൈലുകൾക്ക് ഇരയായിരിക്കുന്നത്. ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിച്ചിരുന്ന ഡിപ്പോകൾ തകർത്തതിലൂടെ ഉക്രൈനിന്റെ പ്രത്യാക്രമണ ശേഷിയെ ദീർഘകാലത്തേക്ക് ദുർബലപ്പെടുത്താനാണ് മോസ്കോ ശ്രമിക്കുന്നത്. യുദ്ധം നീണ്ടുപോകുമ്പോൾ ആവശ്യത്തിന് വെടിക്കോപ്പുകൾ കൃത്യസമയത്ത് മുൻനിരയിൽ എത്തിക്കുക എന്നത് ഏതൊരു സൈന്യത്തിനും വലിയൊരു വെല്ലുവിളിയാണ്. ഉക്രൈനെ സംബന്ധിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന സൈനിക സഹായങ്ങളാണ് അവരുടെ പ്രധാന ഇന്ധനം. കിഴക്കൻ ഉക്രൈനിൽ നിലവിൽ നടക്കുന്ന പോരാട്ടം അതീവ സങ്കീർണമായ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. ഇരുവിഭാഗവും 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടി പോലും കടുത്ത പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ റഷ്യൻ സൈന്യത്തിന്റെ ആസൂത്രിതമായ നീക്കങ്ങൾ ഉക്രൈനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. റഷ്യൻ ഫോഴ്സിന്റെ കനത്ത ആക്രമണങ്ങൾക്ക് മുൻപിൽ തങ്ങളുടെ പ്രതിരോധ കോട്ടകൾ കാത്തു സൂക്ഷിക്കാൻ ഉക്രൈൻ സൈനികർക്ക് കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്നു. റഷ്യൻ ബാറ്റിൽ ഗ്രൂപ്പ് വെസ്റ്റിന്റെ ആക്രമണ ശൈലി പരിശോധിച്ചാൽ അവ വളരെ കൃത്യതയുള്ളതും ലക്ഷ്യബോധമുള്ളതുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വെറുതെ ബോംബുകൾ വർഷിക്കുന്നതിന് പകരം ഉക്രൈനിന്റെ പോരാട്ട വീര്യത്തെ തളർത്തുന്ന തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയാണ് അവർ കൃത്യമായി തെരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റഷ്യൻ ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. ഉക്രൈനിന്റെ ഡ്രോൺ ശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് റഷ്യ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റഷ്യൻ അതിർത്തിക്കുള്ളിലേക്ക് പോലും കടന്നു കയറി ആക്രമണം നടത്താൻ ഉക്രൈനെ പ്രാപ്തരാക്കുന്നത് ഈ ഡ്രോണുകളാണെന്ന് റഷ്യയ്ക്കറിയാം. അതിനാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അത്യാധുനിക ആയുധ സാങ്കേതിക വിദ്യകളെ അതിന്റെ പ്രഭവ കേന്ദ്രത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുക എന്ന തന്ത്രമാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഈ സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്റ്റാർലിങ്ക് പോലെയുള്ള വാണിജ്യ ഉപഗ്രഹ സംവിധാനങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ വരും ദിവസങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളെ കൂടുതൽ പ്രകോപിപ്പിച്ചേക്കാം. കാരണം അമേരിക്കയും മറ്റ് നാറ്റോ രാജ്യങ്ങളും ഉക്രൈനെ സഹായിക്കാൻ നേരിട്ട് രംഗത്തില്ലെങ്കിലും ഇത്തരം സാങ്കേതിക സഹായങ്ങൾ വലിയ തോതിൽ നൽകുന്നുണ്ട്. യുദ്ധകളത്തിലെ വ്യോമ പ്രതിരോധ രംഗത്ത് റഷ്യ കൈവരിച്ച മേധാവിത്വവും ഈ ആക്രമണങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഉക്രൈൻ തൊടുത്തുവിട്ട 15ലധികം അത്യാധുനിക ലോയിറ്ററിംഗ് യുദ്ധ സാമഗ്രികൾ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ റഷ്യൻ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിഞ്ഞു. കിഴക്കൻ ഉക്രൈനിലെ നിലവിലെ യുദ്ധ സാഹചര്യം വിലയിരുത്തുമ്പോൾ വരും ദിവസങ്ങളിൽ റഷ്യ തങ്ങളുടെ ആക്രമണത്തിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിപ്പിക്കാനാണ് സാധ്യത. സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടപ്പെടുന്നത് ഉക്രൈൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെയും ഒപ്പം അവരുടെ യുദ്ധ ഏകോപനത്തെയും സാരമായി ബാധിക്കും. ഉക്രൈൻ സൈന്യത്തിന് പെട്ടെന്നൊരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ തകർന്ന ആശയവിനിമയ സംവിധാനങ്ങളും ആയുധപ്പുരകളും എത്രയും വേഗം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്.
ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ കിഴക്കൻ മേഖലയിൽ റഷ്യ കൂടുതൽ ശക്തമായി നിലയുറപ്പിച്ചു കഴിഞ്ഞു. മുന്നേറ്റം തുടരുന്ന റഷ്യൻ സേനയെ തടഞ്ഞു നിർത്താൻ ഉക്രൈൻ കൂടുതൽ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ വിതരണം പതുക്കെയാക്കുന്നത് ഉക്രൈനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഉക്രൈനിന്റെ യുദ്ധതന്ത്രങ്ങളുടെ മസ്തിഷ്കമായ ഡ്രോൺ കൺട്രോൾ സെന്ററുകളും സ്റ്റാർലിങ്ക് കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷനുകളും തകർത്തതിലൂടെ റഷ്യ ഈ പോരാട്ടത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് പിടിച്ചടക്കിയിരിക്കുന്നത്. ഉക്രൈനിന്റെ ആയുധ പോരാട്ട വീര്യത്തെ സാങ്കേതികമായി തളർത്തുക എന്ന റഷ്യൻ തന്ത്രം തൽക്കാലം വിജയം കാണുന്ന ലക്ഷണങ്ങളാണ് പുറത്തുവരുന്നത്. കിഴക്കൻ മുന്നണിയിൽ റഷ്യൻ സൈന്യം നടത്തുന്ന ഈ വൻ മുന്നേറ്റം ഉക്രൈൻ യുദ്ധത്തിന്റെ അന്തിമ ഫലത്തെ പോലും സ്വാധീനിക്കാൻ പോന്ന ഒന്നായി മാറിക്കഴിഞ്ഞു.